ഡൽഹിയിൽ നിന്ന് മറ്റൊരു വാർത്ത. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവിടുത്തെ ജനങ്ങൾ ജീവിക്കാനൊക്കെ വലിയ പാടുപെടാൻ സാധ്യതയുണ്ട്. ആനന്ദ് വിഹാറിൽ മാത്രം വായു ഗുണനിലവാരം വളരെ ഗുരുതരമായി 400 കഴിഞ്ഞു സൂചിക എന്നാണ് ലഭിക്കുന്നവരും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നേരസാക്ഷ്യങ്ങളുമായി ചേരുന്നു. പറയൂ അച്യുതൻ. SKN ദീപാവലിക്ക് പിന്നാലെ തന്നെ സ്വാഭാവികമായും കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ ഈ ദീപാവലിക്ക് ശേഷമാണ് ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നത്. ഇത്തവണയും ഇപ്പോൾ ദീപാവലി നാളിൽ തന്നെ ഈ ആഘോഷ നാളുകളിൽ തന്നെ വായു ഗുണനിലവാര സൂചിക പലയിടത്തും 300-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആനന്ദ് വിഹാറിൽ മാത്രം വായു ഗുണനിലവാര സൂചിക 417 എന്ന അതീവ മോശം അവസ്ഥയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ പലയിടങ്ങളിലും ഈ വായു മലിനീകരണം തുടരുന്നുണ്ട്. ഇന്നലെ ഇതിൻ്റെ അതായത് മലിനീകരണ നിയന്ത്രണത്തിനായിട്ടുള്ള ഗ്രാബ് 2 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാട്ടർ സ്പ്രിംഗ്ലറുകളുടെ ഉപയോഗം, ഒപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ കൃത്യമായി ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള പൊടിപടലങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ വായു മലിനീകരണം അത് രൂക്ഷമാകുന്നത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.